കഴിഞ്ഞ ദിവസവും അതിശക്തമായ മഴ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ടായി. ദിവസേന ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് ജാഗ്രതയോടെ നിങ്ങൾ ഈ കാര്യത്തെ നേരിടാൻ വേണ്ടിയാണ്. കാരണം രണ്ട് പ്രളയങ്ങൾ, ഉരുൾപൊട്ടലൊക്കെ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. വയനാട് ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. സുനാമി മുന്നറിയിപ്പ്, ഭൂചലന മുന്നറിയിപ്പ് ഒക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതിശക്തമായ മഴയുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. 6 ജില്ലകൾക്കൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മഴ സമയമാകുമ്പോൾ, ഈ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെയുള്ള സമയങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിനും വെള്ളം കയറാനും ഉരുൾപൊട്ടാനും ഒക്കെ സാധ്യത കൂടുതലുള്ളത്. ഈ തീരദേശ പ്രദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ, മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന കടലോര പ്രദേശങ്ങളിലൊക്കെ വലിയ സാധ്യതകളാണ് ഇത്തരത്തിൽ ഉള്ളത്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാനും ഇതിനൊക്കെ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ കൃത്യമായ ഒരു ജാഗ്രത നിങ്ങൾ പുലർത്തണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നമുക്കറിയാം, 2018 വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ടവർ, ഉരുൾപൊട്ടലിൽ, വയനാടത്തെ ഉരുൾപൊട്ടലിൽ, അതിന് മുൻപ് നടന്ന ഉരുൾപൊട്ടലിലുമൊക്കെ വീടും കുടുംബവും മക്കളെയും അമ്മയെയും ബാപ്പയെയും അച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ കേന്ദ്രം, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്, ഇതൊക്കെ നമ്മൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു ഡെയിലി നിങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പായി നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനിലെ കൂഷുവിൽ ഭൂചലനം എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. റിക്ടർ സ്കെയിലിൽ 6.0 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച ഇന്ത്യൻ സമയം 7:34 ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ആളപായത്തെ പറ്റിയോ നാശനഷ്ടങ്ങളെ പറ്റിയോ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ ജാപ്പനീസ് സർക്കാർ പുറത്തുവിട്ടിരുന്നു. ജപ്പാന്റെ പസഫിക് തീരത്തെ നൽഗായി ട്രഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും വഴിതെളിച്ചേക്കുമെന്നാണ് സൂചന. 100 കണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും 3 ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായേക്കാമെന്നുമാണ് വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. അതിൻ്റെ മുന്നോടിയായി കേരള കാലാവസ്ഥാ വകുപ്പ് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. നിങ്ങൾ 6 ജില്ലകളെ അടിസ്ഥാനമാക്കി, അതായത് 6 ജില്ലകളിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേരള മുന്നറിയിപ്പ് നൽകിയത്. ഏപ്രിൽ കേരളത്തിൽ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിലും കർണാടകയിലെയും ഏപ്രിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനൽ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. മാർച്ചിൽ സംസ്ഥാനത്ത് 65.7 മില്ലിമീറ്റർ വേനൽ മഴ ലഭിച്ചു എന്നാണ് കണക്ക്. 2017 ശേഷം മാർച്ചിൽ ഏറ്റവും അധികം വേനൽ മഴ ലഭിക്കുന്നത് ഇത്തവണയാണ്. 121 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയമാണ് ജില്ലകളിൽ മുന്നിൽ. കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണ മാർച്ചിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്ത് സാധാരണയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ഇന്ത്യയുടെ മധ്യകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഏറും. സാധാരണ നിലയിലുള്ള മഴയും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടും കൂടിയ തോതിൽ തുടരുകയാണ്. സൂര്യപ്രകാശത്തിൽ അൾട്രാ വികിരണങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ പകൽ സമയം ഏറെ നേരം തുടർച്ചയായി നേരിട്ട് വെയിലേൽക്കുന്നത് സുരക്ഷിതമല്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഈ മാസം 4 വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കും. മുന്നറിയിപ്പിൽ പറയുന്നു, വിവിധ ജില്ലകളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ഏപ്രിൽ 3 പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും ഏപ്രിൽ 4 എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴയുമായുള്ള ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ കേന്ദ്രം ഇതിനു മുൻപ് തരുമ്പോഴും സംസ്ഥാനം അവഗണിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്.
അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ എല്ലാ കാര്യങ്ങളും ഈ ജാഗ്രതയായി പറയുന്ന കാര്യങ്ങൾ അതിനെ കൃത്യമായി പാലിച്ചുകൊണ്ട് ആ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ അത് സംസ്ഥാന സർക്കാർ പറയുന്ന മുന്നറിയിപ്പുകളാണെങ്കിലും ഒക്കെ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് പോകണം. ഈ പലരും ഈ വെള്ളപ്പൊക്കവും അതിശക്തമായ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ലേബർ ക്യാമ്പുകളിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ വീട്ടിലെ സാധനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോകും, അതുകൊണ്ട് ഞങ്ങളാരും പോകുന്നില്ല, രണ്ടാമത്തെ നിലയിലൊക്കെ കയറിയിരിക്കുക, വെള്ളം കയറില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ നിലയിലൊക്കെ കയറിയിരിക്കുന്നത്. പക്ഷേ അതിശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായാൽ മഴ തുടർച്ചയായി നിന്നാൽ, നീണ്ട ദിവസങ്ങളിലൊക്കെ മഴ തുടർച്ചയായി നിന്നാൽ വെള്ളം കയറി, കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ 2 നില വീടൊക്കെ വെള്ളത്തിന് മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ രക്ഷയായത് സേവാഭാരതിയും SFIയുടെ ടീമും DYFI സൈന്യം ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെയാണ് വലിയ രീതിയിലുള്ള സാന്നിധ്യം നമുക്ക്, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെയാണ് പലരും രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത്. രക്ഷപ്പെടുത്തിയ നിമിഷങ്ങളൊക്കെ ഈ വീഡിയോയിലൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും എന്ത് ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇതിൻ്റെ തീവ്രത നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് 2018 എന്ന ടൊവിനോയുടെ സിനിമ പുറത്തു വന്നതിന് ശേഷമാണ്. അത്രത്തോളമാണോ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത് എന്ന് സത്യത്തിൽ അത് അനുഭവിക്കാത്ത ജില്ലക്കാർ വരെ കരഞ്ഞുപോയ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ നന്നായി ഭയപ്പെടുക തന്നെ വേണം. ഈ ജാഗ്രത മതി, ഭയം വേണ്ട. ഭയമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു തോന്നലുണ്ടാകൂ. നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ, സ്വത്തൊരു ഭാഗത്ത് നിൽക്കട്ടെ, അത് പോയാലും നമുക്ക് പിന്നീട് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്തോനേഷ്യയിലൊക്കെ സുനാമി വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കേരളത്തിൽ വരില്ല എന്ന്. പക്ഷെ കന്യാകുമാരിയിൽ ആഞ്ഞു വീശി എത്ര പേരുടെ ജീവനാണെന്ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ ജപ്പാനിൽ ഭൂചലനം ഉണ്ടായതിന് നമുക്കെന്തായെന്ന് ചോദിച്ചാൽ, ജപ്പാനിൽ ഉണ്ടായതിൻ്റെ തീവ്രമായ സംഹാര താണ്ഡവം ആടിക്കൊണ്ടാണ് ജപ്പാനിൽ ഭൂചലനം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ കേരളത്തിലും വരാൻ അധിക സമയമൊന്നും വേണ്ട. മാത്രമല്ല വെള്ളപ്പൊക്കത്തിനും ഭൂചലനത്തിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മളതിൽ ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് ഒരു തരത്തിലും അവഗണിക്കരുത്. ഈ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ കേരള കാലാവസ്ഥാ വകുപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒക്കെ മുന്നറിയിപ്പുകൾ നൽകി. ഇപ്പോൾ വളരെ ചൂടാണ്, പക്ഷെ വൈകുന്നേര സമയമാകുമ്പോൾ ചിലയിടങ്ങളിൽ അത് ശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട്. ഈ കൊച്ചിയിലൊക്കെ ഒരു 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ, അല്ലെങ്കിൽ മഴ ഉണ്ടായാൽ കൊച്ചിയൊക്കെ വെള്ളത്തിനടിയിലാകും. പിന്നെ ഏറ്റവും ഭയപ്പെടാനുള്ളത് മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ഓരോ വർഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ, സംസ്ഥാനത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുന്നോട്ട് പോവുക.